ചിത്രപതംഗം. ഒരു ചലച്ചിത്രം ഒരുക്കുമ്പോൾ സംവിധായകനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് സിനിമാറ്റോഗ്രാഫർ, എഡിറ്റർ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം തുടങ്ങിയവർ. ഇതിലെന്തെങ്കിലും താളപ്പിഴകളുണ്ടായാൽ അത് ചിത്രത്തിൻ്റെ സർഗാത്മകതയെ തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട MC. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിട്ട MC പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ജോലി ചെയ്തു തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ആൾക്കാരെ സുന്ദരികളും സുന്ദരന്മാരുമാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റുണ്ട്. അതിൽ നിന്നൊഴിച്ച് പലപ്പോഴും നമ്മൾ ഒരു മേക്കപ്പ് ഇട്ട്, ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ട് ഒരു മിററിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അവർക്ക് ആ മേക്കപ്പ് ഇടുന്നതിൽ നിന്ന് എന്തോ ഒരു എനർജി കിട്ടിയിട്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ ഇതിന് പറ്റും. സൈക്കോളജിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയല്ലേ, അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടുക എന്നുള്ളതല്ലേ. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ക്യാരക്ടറുകൾക്ക് ചെയ്യുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഞാൻ ഓരോ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ ഓരോ എന്താണ് ആ കഥാപാത്രം എന്നുള്ളത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, ചെറിയ ചെറിയ മൈന്യൂട്ട് പോയിന്റ്സ് പോലും. കാരണം നമ്മളുടെ ആക്ടർ, ഇതിൽ അഭിനയിക്കുന്ന ആൾ ഈ ക്യാരക്ടറായി മാറുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഇറ്റ്സ് എ വേ ഓഫ് കുറച്ച് ഉണ്ട്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉത്സാഹിച്ച് അവരതിനു വേണ്ടി തയ്യാറാവണം. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന കല ആളുകൾ വിചാരിക്കുന്നത് ഒരു ബ്യൂട്ടി അതാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഗ്രൂം ചെയ്യാം. പക്ഷെ ഒരു പ്രോഗ്രാമിന് വേണ്ടി അല്ല, ഡേ ബൈ ഡേ ആണ്. പക്ഷേ സിനിമ അല്ലെങ്കിൽ നാടകങ്ങൾ എന്ന് പറയുന്നത് അവർ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം ജയമോഹൻ പറഞ്ഞു ഗ്രീക്ക് മിത്തോളജിയിലെ കാര്യം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്ന് തന്നെയാണ് മേക്കപ്പിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. കാരണം അവരാണ് കൂടുതലും പഴയ കാലത്ത് എക്സ്പീരിയൻസ് ചെയ്ത് നാടകങ്ങളാണല്ലോ അവർ കൂടുതലും ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളുടെ ഓരോ രാജ്യങ്ങളിലേക്കും എത്തുകയും ആ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ പ്രൊഡക്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ ആയാലും വളരെ വളരെ, അതായത് ഇപ്പം 8K അത്രയും റെസൊല്യൂട്ടഡ് ആയി. കാരണം നമ്മൾ ചെറിയൊരു പോയിന്റ് പോലും വളരെ വ്യക്തമായിട്ട് നമ്മളുടെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഒരു ഇതാണ്. അത് കളേഴ്സായി. പണ്ട് കാലത്തൊക്കെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളുടെ കണ്ണുകൾ കാണുന്നതിൽ കൂടുതലായിട്ട് ക്യാമറ പിടിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു സ്റ്റഡി ആവശ്യമാണ്. അതുപോലെ ഞാൻ ഈ ക്യാരക്ടറായി എന്ന് ഒരു ആക്ടറിന് തോന്നണം എന്നുണ്ടെങ്കിൽ അവർ ആ കൃത്യമായിട്ട് മേക്കപ്പും കോസ്റ്റ്യൂമും ആ ആംബിയൻസും വരുമ്പോഴാണ് അവർ കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിലേക്ക് ജമ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ അവർ തിരിച്ച് ആ ക്യാരക്ടറിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം. അതല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു പരാകായ പ്രവേശം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിന് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു 20 വയസ്സുള്ള ഒരാളെ ഒരു 60 വയസ്സിലേക്ക് കൊണ്ടുവരിക, അതല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരാളെ അയാൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓങ്കോളജി സബ്ജക്റ്റ് ആവാം, പല രീതിയിലുള്ള ഇതാവാം, അല്ലെങ്കിൽ ഒരു ചതവ് മുറിവ്, അതല്ലെങ്കിൽ ഒരു ആസിഡ് അറ്റാക്ക്. അപ്പോൾ അവരെ ടോട്ടലി അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവർ മാനസികമായിട്ട് തയ്യാറാവണം. ഇപ്പം മിറർ നോക്കുമ്പോൾ അവർക്ക് വലിയ ഭംഗിയൊന്നും തോന്നത്തില്ല, അവർ ആ ക്യാരക്ടറായി മാറുമോ. അപ്പോൾ അവരാർക്കും അയ്യോ ഞാൻ ഇത്ര സുന്ദരിയായിരുന്നു, അല്ല സുന്ദരനായിരുന്നു, ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ കറുത്തിരിക്കുന്നല്ലോ എന്നൊക്കെ. ചിലരെന്നോട് ചോദിക്കാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് പഴയ രീതിയിലാവാൻ പറ്റുമോ. കാരണം അവർക്കൊരു കൺഫ്യൂഷൻ വരും. കാരണം ഹെയർ സ്റ്റൈൽ നമ്മൾ മാറ്റുക. ഇപ്പം ജെൻസിൻ്റെ ആണെങ്കിലും അവരുടെ ബിയേഡ്, മുസ്താച്ച്, ഹെയർ അതാണ് നമ്മൾ കൂടുതലും ചേഞ്ചസ് കൊടുക്കുക. സ്ത്രീകളുടെ ആകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ ചില മാനറിസങ്ങൾ, ഹെയറിൽ അവരുടെ പുരികം, എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം 20 വയസ്സുള്ള ഒരാളെ നമ്മൾ 30 വയസ്സാക്കുമ്പം ആ ഓരോ എന്താ പറയുക ഏജിൻ്റെ ആ ഒരു ലൈൻസ് ഒക്കെ നമ്മൾ എന്നാൽ മേക്കപ്പ് ആണെന്ന് തോന്നാതിരിക്കാത്ത രീതിയിൽ സറ്റിലായിട്ടുള്ള മേക്കപ്പ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഒരു ഡ്രമാറ്റിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മാറി ഇപ്പം എല്ലാവർക്കും ഒരു ന്യൂഡ്, അതായത് ഒരു സറ്റിലായിട്ടുള്ള മേക്കപ്പാണ് വേണ്ടത്. അതായത് മേക്കപ്പ് ചെയ്തു എന്ന് അറിയാനും പാടില്ല, എന്നാൽ മേക്കപ്പിൻ്റെ ആ ഒരു ഡിഫറൻസ് വേണം താനും. അതാണ് ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരാഗ്രഹം. കാരണം പണ്ടായിരുന്നു നമ്മൾ 1, 2, 3 ബേസൊക്കെ ഇട്ട്
പഴയ സിനിമകളൊക്കെ. പക്ഷെ അത് ആ ക്യാരക്ടറിന് അത് അന്ന് ആവശ്യമായിരുന്നു, ആ ക്യാമറയ്ക്ക് അത് ആവശ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ സ്കിന്നിലെ ഓരോ പോസ് പോലും നമ്മളുടെ ക്യാമറ ഒപ്പിയെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ് ടെക്നോളജിയുടെ ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ഈ അഡ്വാൻസ് കുറിച്ച് ഈ ടെക്നോളജി വിഷ്വൽ, അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതെ, ഇത് മാറുമ്പോൾ നമ്മൾ ആക്ച്വലി മേക്കപ്പിൻ്റെ എൻ്റെ കാര്യങ്ങൾ മാറുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പണ്ട് നമ്മൾ പുട്ടിയൊക്കെ ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പ്രോസ്തെറ്റിക് എന്ന് പറയുന്ന വേറൊരു തരത്തിലുള്ള മേക്കപ്പുകളും അതുപോലെ തന്നെ വേറൊരു രീതി അതിന് കൈവന്നിരിക്കുകയാണ്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ട് മേക്കപ്പ് തന്നെ അഡ്വാൻസ്ഡ് ആയ സ്റ്റേജിലേക്ക് എനിക്ക് തോന്നുന്നത് പ്രോസ്തെറ്റിക് ഒക്കെ കുറേ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ പ്രോസ്തെറ്റിക് ഒക്കെ തുടങ്ങിയത് ഏത് സിനിമയിൽ നിന്നാണ്? എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ 2012 മുതൽ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് പ്രോസ്തെറ്റിക് ആണ്. അതൊരു അറബിക് പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൽ തന്നെ 20-25 വയസ്സായിട്ടുള്ള ആൾക്കാരെ 60, അത് അവിടെ നിന്നുള്ള ആൾക്കാർ തന്നെയായിരുന്നു. അവർ 60-70 വയസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഒരു ഫൈറ്റിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ എന്താ പറയുക, കുറേ അധികം ക്യാരക്ടേഴ്സിനെയും കുറേ ബ്ലഡ് സീക്വൻസും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് തന്നെ അതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യാനായിട്ട്. ഒന്നാമത് അവിടുത്തെ ആ ചൂടും മരുഭൂമിയിലുള്ള ഷൂട്ടും ഒക്കെ. പക്ഷെ അതിൽ നിന്നാണ് എനിക്ക് പാഠങ്ങൾ കിട്ടിയിട്ട് എൻ്റെ വഴി ഇതാണ് എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുക, ബിക്കോസ് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് ഞാൻ എത്തുന്നത്. കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത് പറയുവാണെങ്കിൽ ഒരു 5 വയസ്സ് മുതൽ എനിക്ക് മേക്കപ്പിനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ സിനിമയാണ് ഇഷ്ടം. അതിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കൂടുതലും നാടകങ്ങൾ കാണാനുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ബാലെ പോലുള്ളതൊക്കെ കാണുന്നത്. അപ്പോൾ അതിലാണല്ലോ കുറച്ച് ആടയാഭരണങ്ങൾ. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കമലഹാസൻ സാറിൻ്റെ, മമ്മൂട്ടി സാറിൻ്റെയൊക്കെ ചില പടങ്ങൾ, പന്തന്മാട, അങ്ങനെയുള്ള പടങ്ങളൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ഇത്ര സുന്ദരന്മാരായിരുന്നല്ലോ, ഇവരെങ്ങനെ ഇതിലേക്ക് മാറി? അവിടെ നിന്നാണ് എനിക്ക് ആ ഒരു ചെറിയൊരു സ്പാർക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ ആളുകളെ മാറ്റാൻ പറ്റും. അപ്പോൾ നാടകങ്ങളോട് വളരെ ഇഷ്ടമുണ്ടായിരുന്നു. ഞാനും സ്റ്റേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടത്തില്ല, ഞാൻ നാടകങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വലുതാവും തോറും കൂടുതലും സിനിമകൾ കൂടുതൽ കാണാനുള്ള ഒരുപാട് അവസരങ്ങളില്ല എങ്കിൽ കൂടിയും എനിക്ക് വേറെ ഒന്നിനോടല്ല, കഥാപാത്രങ്ങളോടാണ്, ആക്ടേഴ്സിനോടല്ല, എനിക്ക് കഥാപാത്രങ്ങളോടാണ് എനിക്കിഷ്ടം തോന്നുന്നത്. ഞാനപ്പോൾ അതിലെ ഓരോ കോസ്റ്റ്യൂം ആയാലും അവരുടെ മേക്കപ്പ് ആയാലും ശ്രദ്ധിക്കും. അതുപോലെ ഈ ചതവും മുറിവും എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പണ്ട് പേടിയാണ്. ഒരിത്തിരി ബ്ലഡ് കണ്ടാൽ ഞാൻ ചിലപ്പം തലകറങ്ങിയൊക്കെ വീഴുന്ന ഒരാളായിരുന്നു. ഞാൻ തന്നെ വീണ്ടും അതിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ല മുറിവെന്ന് ഞാൻ പറയും. ഇപ്പം ഒരു മുറിവ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ മുറിവ് ശ്രദ്ധിക്കുക, കൊള്ളാലോ ഈ മുറിവ്, ഇതെങ്ങനെ വന്നു, അപ്പോൾ ഈ മുറിവ് എങ്ങനെ നമുക്ക് മേക്കപ്പിലേക്ക് കൊണ്ടുവരാം. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിലെ മുറിവ് കണ്ടു കഴിഞ്ഞാൽ അത് ഡെയിലി ഞാൻ ശ്രദ്ധിക്കും, അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് പോവുകയാണ്. അപ്പം ഈ മുറിവ് ട്രാവൽ ചെയ്യുമല്ലോ, അതിൻ്റെ ഒപ്പം ഞാനും പോവുകയാണ്. അപ്പം ആ മുറിവ് നമ്മൾ നോക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടോൺ ഉണ്ട്, ആ ടോൺ അനുസരിച്ചിട്ടാണല്ലോ മുറിവിന് കളർ വരിക. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നി, കൂടുതൽ ഞാൻ അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യണം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എന്ത് സംഭവിക്കുന്നു, ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ക്യാരക്ടർ വരുമ്പോൾ അത് നമുക്ക് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായും. കാരണം എനിക്ക് ഓരോ പ്രൊജക്റ്റ് കിട്ടുമ്പോഴും എന്തോ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം അതുപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ എൻ്റെ മുന്നിൽ വരും. അപ്പോൾ ഞാൻ എന്നിട്ട് അത് പഠിച്ചു വയ്ക്കും. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, ഇത് എവിടെ നിന്ന് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറയില്ല, അതെൻ്റെ മുന്നിലുണ്ടായിരുന്നു. അതിന് ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കില്ലേ, ചില ടെക്നിക്കൽ. ഇപ്പോൾ ഈ ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാനും, ബ്ലഡ് ആക്ച്വലി ബ്ലഡ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബ്ലഡ് കണ്ടാൽ തലറങ്ങി വീഴും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ബ്ലഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പലതരം ബ്ലഡുകളുണ്ട്. അതായത് എഡിബിൾ ആയിട്ടുള്ള ബ്ലഡുണ്ട്. ഇപ്പോൾ കണ്ണിൽ ഉപയോഗിക്കുന്നത്, വായിൽ ഉപയോഗിക്കുന്നത്, സ്റ്റെയിൻ ഇല്ലാത്ത ബ്ലഡ്, ഇപ്പോൾ നിലത്തൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസ് ചെയ്യുന്നത്, അങ്ങനെ പലതരം ബ്ലഡുകളുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു ടൈമിങ്ങും ഇതെങ്ങനെ ക്യാമറയിൽ ഈ കളേഴ്സ് വരുന്നു, വിസ്കോസിറ്റി. അപ്പോൾ അതാ പറഞ്ഞത്, നിലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, പെട്ടെന്ന് മണ്ണിലാണെങ്കിൽ അത് അകത്തേക്ക് പോകും. അപ്പോൾ അതല്ലാതെ എങ്ങനെ പറ്റും? പിന്നെ ഒരു പുഴയിലും ബ്ലഡ് ഒഴിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്റർ കണക്കിന് ബ്ലഡ് വേണം. അപ്പോൾ അതിന് എന്ത് ഉപയോഗിക്കാൻ പറ്റും? കാരണം പ്രൊഡ്യൂസർ നമുക്ക് ഇത്രയാണ് നമുക്ക് ബഡ്ജറ്റ് തരുള്ളൂ. ആ ബഡ്ജറ്റിൽ എങ്ങനെ ബ്ലഡ്? അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ബ്ലഡുകളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ജെൽ ബ്ലഡ് ഉണ്ട്. പിന്നെ ഇപ്പം ചില മുറിവുകൾ ഉണങ്ങി പിടിച്ചിരിക്കുന്ന, അത് കുറച്ച് ടിൻറ്റഡ് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ എങ്ങനെ കോസ്റ്റ് വൈസ് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എങ്ങനെയാണ് ഈ ബ്ലഡിൻ്റെയൊക്കെ കപ്പാസിറ്റി?
എവിടെ നിന്ന് നമുക്ക് നല്ല ബ്ലഡ് കിട്ടും എന്നൊക്കെയുള്ള ഒരു സ്റ്റഡി, അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. റിസർച്ച് ആയിരിക്കുമല്ലോ. റിസർച്ച് ആയിരിക്കും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയും ഇത് നല്ലൊരു ബ്ലഡാട്ടോ. അപ്പോൾ കൂടെ നിൽക്കുന്നവർ പറയും ബ്ലഡ് എന്താണോ താൻ ഇങ്ങനെ പറയണേന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ജോബ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുറിവുകളും ചില മുറിവുകളും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും ഇത് നല്ല മുറിവായിരുന്നു കേട്ടോ എന്ന്. ഈ ക്യാമറയിലുള്ള അത് അതേപോലെ തന്നെ എടുത്ത് കാണിക്കുമ്പോൾ അത്രയും അത് ഓക്കെയാണ്. പക്ഷേ ഐ തിങ്ക് എന്താ പറയുക, സത്യമാണെന്ന് വിചാരിക്കണമല്ലോ. അതെ അതെ. അതായത് നമ്മൾ അതിനകത്ത് 2 തലങ്ങളുണ്ട്. നമ്മൾ ഒരു വർക്ക് ചെയ്യുമ്പം ഈ ബ്ലഡ് വെച്ചിട്ടുള്ള എന്തെങ്കിലും മുറിവ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ അല്ല ക്യാമറയിൽ. അപ്പോൾ നമ്മളത് ചെയ്ത ശേഷം ക്യാമറയിൽ ചെന്ന് നോക്കും എങ്ങനെയാണ് അത് ക്യാമറയിൽ വരുന്നതെന്ന്. എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് ചെയ്യാം. കാരണം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതിലും അപ്പുറമാണ് ക്യാമറയിൽ വരിക. അപ്പം നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് മേക്കപ്പ് ചെയ്യുന്നത്, അതല്ലാതെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ചില മേക്കപ്പ് ഒക്കെ കഴിയുമ്പോഴും അയ്യോ അതെന്ത് ഇങ്ങനെ ഇരിക്കുന്ന മലപ്പുറം ക്യാമറയിൽ നോക്കിയിട്ട് നമുക്ക് ഫൈനലി ചെയ്യാട്ടോ എന്ന് പറയാറുണ്ട്. കാരണം അത് ചേഞ്ച് വരും. ബിക്കോസ് നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ഒക്കെ ഈ പ്രൊസ്തറ്റിക്കിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇപ്പം ഡേ ലൈറ്റ് ആയാലും അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും അങ്ങനെ അത് വളരെ, അതായത് നോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള മേക്കപ്പ് ചെയ്യുമ്പം ഈ ലൈറ്റും ഇതെല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. ആരാരോ വരാമെന്നൊരീ മോഹം വാതിൽക്കൽ കിനാവിൻ്റെ കാൽ സ്വരം. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്കൊക്കെ. തീർച്ചയായിട്ടും അതിപ്പോഴും അതെ, അതിപ്പോഴും ആ ഒരു സ്ട്രഗിൾ മാറിയിട്ടൊന്നുമില്ല. കാരണം ഞാൻ വിചാരിച്ചത് എനിക്ക് അറിയാവുന്നൊരു ജോലി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റും, എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട്, നമ്മളിങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ വരും, അപ്പോൾ നമുക്കതുകൊണ്ട് ജീവിക്കാൻ പറ്റും, എനിക്കറിയാവുന്ന അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചിന്തകൾ. അതായത് ഞാൻ 2003-2004 കൂടുതലും പറഞ്ഞ കോസ്മെറ്റോളജിയും ഹെയറിലൊക്കെയാണ് കൂടുതൽ പഠനങ്ങൾ നടത്തി അങ്ങനെ അതിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മേക്കപ്പിനോട് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യും, എനിക്കൊരു ഗുരുവിനെ ഒരു ടീച്ചറെ കണ്ടെത്തണം എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പഠിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വെറുതെ വീട്ടിലിരുന്നാൽ മതി, എനിക്ക് വർക്കൊക്കെ വരും. പക്ഷെ പഠിച്ചിറങ്ങിയ ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരും തന്നെ വർക്ക് ആരും തരത്തുമില്ല, പ്ലസ് ആരും തന്നെ സ്ത്രീകളില്ല ഈ മേഖലയിൽ. അതൊരു ഷോക്കിംഗ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുക ഞാനിനി എന്താ ചെയ്യുക, എനിക്കറിയാവുന്നൊരു ജോലിയാണ്, കാരണം ഇത്രയും അധികം സ്ട്രഗിൾ ചെയ്ത് എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയിട്ട് എനിക്ക് എങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വന്നു. അതൊരു സങ്കടകരമായൊരവസ്ഥയാണ്. അപ്പം ചെറിയ അഡ്വർടൈസ്മെൻറ്റും ചെറിയ ഷോർട്ട് മൂവീസൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞാൻ ഒട്ടും ഹാപ്പി അല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ. അതുമല്ലാതെ ചില മീഡിയാസിൽ നിന്നും നല്ല ഓഫറൊക്കെ കിട്ടി. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണം. അതെ, അപ്പം ഞാൻ ആ മീഡിയാസിനോട് പറഞ്ഞത് എനിക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാനപ്പോൾ അവിടെ ഒരു സ്റ്റുഡിയോയിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ മെമ്പർഷിപ്പൊക്കെ എടുക്കാം, മെമ്പർഷിപ്പില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതിൽ വരുന്നു. പക്ഷേ അതൊന്നും പ്രായോഗികമായ തലത്തിലേക്ക് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ അറബിക് പ്രൊജക്റ്റിൻ്റെ കാര്യം അറിയുന്നത്. അപ്പം ഞാനാണെങ്കിലും പാസ്പോർട്ടൊന്നും എടുക്കാതെ ഇന്ത്യക്ക് പുറത്ത് പോവാതെ എനിക്കത് പേടിയാണ്. അപ്പോൾ അതായത് ഹോം മാത്രമാണല്ലോ എൻ്റെ ഒരു വേൾഡ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമായിരുന്നു. കാരണം കുട്ടികളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്ക് എങ്ങനെ ഇറങ്ങും? എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്ത് ഒറ്റയ്ക്ക് യാത്രകൾ ചെയ്ത് എനിക്ക് ശീലമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറച്ച് ലേസിയാണ്, എന്നാൽ ഡ്രൈവ് ചെയ്യാനൊക്കെ ഇഷ്ടവുമാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഹാർഡ്. അപ്പോൾ അങ്ങനെയാണ് ആ പ്രൊജക്റ്റ് പറയുന്നത്. ആ പ്രൊജക്റ്റ് എന്നോട് പറയുമ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിച്ചത്. ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് ഞാൻ നേരെ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പുറത്ത് പോയി, ഞാൻ വേളാങ്കണ്ണിയിലൊക്കെ പോയിരിക്കുക. എന്നെ ആരും വിളിക്കണ്ട, ഞാനതിന് പോകുന്നില്ല, കാരണം ഇന്ത്യക്ക് പുറത്ത് പോകണം, പാസ്പോർട്ട് എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെയുള്ള ഇതൊക്കെ സംഭവിക്കുന്ന 2011-12 കാലഘട്ടത്തിലായി. ഇറ്റ്സ് വെരി നിയർ. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലാനും പദ്ധതിയൊക്കെ ആണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയിട്ടും ഞാൻ അതിനകത്തേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. അതാ ഇറങ്ങി ചെന്ന് നമ്മൾ ആ വർക്കിലേക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇതിലേക്ക് ഞാൻ എത്തേണ്ടതായിരുന്നു. അപ്പോൾ കംഫർട്ടായി, ഞാൻ കംഫർട്ടായി, ആ കംഫർട്ട് സോണിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്.
പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു. തിരിച്ചു വന്നിട്ട് വീണ്ടും ചോദ്യചിഹ്നം പോലെ ഞാൻ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ആ ടീം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തു. അതെല്ലാം ഒരു ബോളിവുഡ് ടീമായിരുന്നു. ഇത് ബോംബെ എന്നുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പം അവർ വീണ്ടും പറഞ്ഞു, മിറ്റ് യു ക്യാൻ കം, നിങ്ങൾ ബോംബെയിലേക്ക് വരൂ, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, അവിടുത്തെ യൂണിയൻ ഓഫീസുമായിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെയാണ് എൻ്റെ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഡെയിലി അവിടെ ചെന്നിട്ട് എനിക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് നമ്മൾ ചെന്ന് കൊച്ചു കുട്ടികൾ കടയിൽ ചെന്നിട്ട് ചോദിക്കുന്ന പോലെയാണ്. കാരണം അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പിന്നെ ലാംഗ്വേജ് വലിയ വിഷയമില്ലാത്തത് കൊണ്ടിട്ട് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡ് ഓഫ് ദ ടൈം എൻ്റെ 3, 4, 5 തവണ അവിടെ നിന്ന് കയറി ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ പടങ്ങൾ പല ഇപ്പോഴും മലയാളം ഞാനൊന്നും ചെയ്തില്ല. ഞാൻ അങ്ങനെ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. മലയാളത്തിൽ ആദ്യം വരുന്നത് 2017 കൂടെ പൃഥ്വിരാജ്, നസ്രിയ, പാർവതി തിരുവോത്ത്. അപ്പം അതങ്ങനെയായിരുന്നു മലയാളത്തിലെ തുടക്കം. അത് എത്രയോ മൂവി കഴിഞ്ഞ ശേഷമാണ് എനിക്കതിലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ചിന്തിച്ചത്, എനിക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പം ഞാൻ മറ്റുള്ള സ്ഥലത്തേക്ക് ഇനി ഓടി നടക്കണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്ന് വീണ്ടും കംഫർട്ട് സോണിലേക്ക് ഞാൻ പിടിക്കാൻ നോക്കി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ലാംഗ്വേജ് എനിക്ക് വിഷയമില്ല. എനിക്കെപ്പോഴും പല രീതിയിൽ പല നല്ല രീതിയിലുള്ള പ്രോജക്ട്സ് ഉണ്ടല്ലോ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യാനാണ് എനിക്കെപ്പോഴും ഇഷ്ടം. എപ്പോഴും ആ ഒരു ജോണറിൽ പോകാനായിട്ട് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ കുറച്ച് കൂടുതൽ അവരിപ്പോൾ അവരുടെ ചർമ്മമൊക്കെ ശ്രദ്ധിക്കുന്ന ആർട്ടിസ്റ്റുകളാകുമ്പോൾ അവർ പറയും കുറച്ച് നല്ല ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ മതി എന്നൊക്കെ അവർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം ബേസിക്കലി ഇതൊക്കെ സിലിക്കോൺ ബേസ്ഡ് ഒക്കെയാണ്. അപ്പോൾ നല്ല സിലിക്കോൺ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മൂവി കിട്ടുമ്പോൾ നമ്മൾ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ടേഴ്സ് എന്ന് നമ്മൾ ചോദിക്കും. അവരുമായിട്ട് നമ്മൾ നേരത്തെ തന്നെ സംസാരിക്കും. കാരണം അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഏതാണ്, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് നമ്മൾ അവരോട് ആദ്യം ചോദിക്കും. അപ്പോൾ അതുമെല്ലാം നമുക്കിപ്പം സിനിമയിൽ മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് തന്നെയാണ്. അതെല്ലാം നമ്മൾ വരുത്തിക്കും. കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ പോലും. കാരണം നമ്മൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഈ ഷൂട്ടിങ്ങിന്റെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം ഭയങ്കര ഓവറായിട്ട് ചൂടുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്നതും രണ്ടാണ്. കാരണം ഇത് അതായത് ഇപ്പോൾ നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് ഒരു മേക്കപ്പ് ചെയ്തു, അത് ആ ഷൂട്ടിന്റെ എൻഡ് വരെ നിൽക്കണം. ഇടയ്ക്ക് വെച്ച് പിന്നെ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാൻ സമയം എടുക്കും. അപ്പോൾ ആ ടൈം പീരീഡും വെച്ചിട്ട് അത്രയും നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരോട് നമ്മൾ ചോദിച്ചിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ കയ്യിൽ കരുതും. ഈ പ്രൊസ്തറ്റിക് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരേ പാറ്റേൺ തന്നെ പറ്റുള്ളൂ. അത് ഹൈലി സ്കിൻ ഫ്രണ്ട്ലി ആണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പാച്ച് ടെസ്റ്റ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ അവർക്ക് വേണ്ടി ഇടും. പിന്നെ ഇപ്പം പല ഇൻ്റർവ്യൂവിലും കമലഹാസൻ സാറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡെയിലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ചെറിയ ഒരു സ്കിന്നിൽ ചിലപ്പോൾ ചെറുതായിട്ട് റാഷൊക്കെ വരാൻ സാധ്യത, വളരെ അപൂർവമായിട്ടാണ് അത് വരിക. എല്ലാവർക്കും അത് വരില്ല. പക്ഷെ അത് നമുക്കതെങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അതും കൂടി എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിക്കണം. ഇനിയിപ്പം പല ക്ലൈമറ്റ് ആയിരിക്കാം, പല രീതിയിൽ അത് പോവാം. അപ്പം അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള, അതായത് മേക്കപ്പ് ചെയ്യാൻ മാത്രമല്ല മേക്കപ്പ് റിമൂവ് ചെയ്യാനും അതിനെ പ്രതി അതെങ്ങനെ നമുക്ക് അത്ര സമയം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു സ്റ്റഡിയും കൂടി നമുക്ക് ആവശ്യമാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിഠായി MC പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം NS ജയമോഹൻ, സഹായം സയ്യദ് അൻവർ. ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം.